കായും വന്നു. പൂക്കൾ കണ്ടോ, ഇതാണ് പൂ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. പൂക്കളുമായി അതേപോലെ കായ് പിടിച്ചു തുടങ്ങി. ഇത് ഒരു വശത്ത് ഞാൻ പാവയ്ക്ക ഇതൊരു ബെക്സാണ്, എൻ്റെ ഒരു പരീക്ഷണമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുണ്ട്, ഇതില് പയറ് കട്ടിട്ടുണ്ട്, പടവലം 2 മൂട്, പിന്നെ പാവയ്ക്ക. ഇതൊരു പരീക്ഷണമാണോ നോക്കട്ടെ. വേറെ സ്ഥലത്ത് നടന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പരീക്ഷണത്തിന് ഇട്ടിരിക്കുകയാണ്. ഇതിലൂടെ സക്സസ് ആവോ ഇല്ലേ എന്നറിയാൻ വേണ്ടി. നിങ്ങൾ പാവയ്ക്ക ആയിരുന്നാലും വഴുതന ആയിരുന്നാലും എന്ത് മലക്കറി ചെടികളായിരുന്നാലും ശരി, അതിൻ്റെ ഇലകൾ വന്നിട്ട് മണ്ണിൽ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ വെട്ടിക്കളയണം. ഇതുവഴിയാണ് നമ്മളെ ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങൾക്ക് വരാനൊട്ട എളുപ്പ വഴി. അതുകൊണ്ട് കഴിവതും ഇവിടെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാം വെട്ടിക്കളഞ്ഞ് തറയിൽ തട്ടുന്ന എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇവിടെയും മുളക് എല്ലാം കാച്ചു തുടങ്ങി. പിന്നെ കാണിച്ചു തരാം. ഇതിനൊന്ന് പൂ വന്നില്ല. ഇതിലെ കോഴിക്കാരോ ഇട്ടിരിക്കുകയാണ്. മുളകുകളൊക്കെ വന്നു തുടങ്ങി. മുളകൊക്കെ വന്നു, ഇവിടെയുണ്ട് മുളകൊക്കെ വന്നു തുടങ്ങി. എല്ലാത്തിലും വന്നു. ഇത് പച്ചമുളക് നീളമുള്ളതാണ്. ഇതുണ്ട്, ഇത് പച്ചമുളക് നീളമുള്ളത് ഒരു 5 മൂട് ഇട്ടിട്ടുണ്ട്. ഇത് പച്ചമുളക്, ഇതിൽ പൂ വന്നു തുടങ്ങി. ഇത് പച്ചമുളക് ഉണ്ടമുളകാണ്. ഇത് ഉണ്ടമുളക്. ഇത് ചെറുതിലെ തന്നെ മുളക് വരപ്പം അറിയാം, അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ചുവന്ന ഉണ്ടമുളകാണ്. പഴുക്കിപ്പല്ല, ചെറുതേ തൊട്ടേ ഇത് ചുവപ്പ് കളറായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം വന്നിട്ടില്ല. മുളക് വരപ്പം അറിയാൻ പറ്റും. ഇതിനൊക്കെ പൂ വന്നു തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാക്കി നിങ്ങൾ വീഡിയോ കാണുക. ബാക്കി നിങ്ങൾ ഈ വീഡിയോയിൽ തൈ നടിയിലും അതിനുശേഷം 15 ദിവസം കഴിഞ്ഞ് ഉള്ള അതിന് നമ്മൾ ചുറ്റിലും കോഴിക്കാഷ്ടം ഇടുന്നതും പിന്നെ എങ്ങനെയൊക്കെ പരിപാലിക്കാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടു. 2-3 ദിവസം മുമ്പ് കുഴിയെടുത്തതാണ്. അത് കുമ്മായം വാരി വിതറിയിരിക്കുക. ഇത് കോവയ്ക്കയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു സൈഡിൽ തന്നെ എടുത്തിരിക്കുന്നത്. ഇവിടെ മുളക് വഴുതനെല്ലാം നടാൻ വേണ്ടിയാണ്. നല്ലപോലെ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുമ്മായമല്ല, മണ്ണിൽ. അതിനുശേഷം കല്ലെല്ലാം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നു. ഇത് ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ട്രൈക്കോർമ കൂടെ ചേർത്തതാണ്. ചിലപ്പോൾ കൊടുക്കാം. ഓ
ആ ചാണകപ്പൊടി എല്ലാം കൂടെ അതെല്ലാം അമ്മയ്ക്ക് കൊടുക്കും. കട്ടയൊക്കെ മാറ്റി കൊടുക്കും. നൂത്ത് വെച്ചു. കുഴിയെടുത്തോ. തൂത്തോ. ഇനി മണ്ണെടു. ഇത് വെച്ച് നിൽക്ക്. കമ്പ് ഒരു കെട്ടും കൂടെ കട്ട് ചെയ്താ അത് ഇത്തിരി കട്ട്. ആ ഓ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചെറുതാക്കിയല്ലേ കാണാം. ചെറുതാക്കിയിട്ട് കാണാൻ അതുകൊണ്ട് കാണാൻ കണ്ടൂടെ. അല്ല നീ വലുതാക്കിയപ്പോൾ അത് കാണാക്കൂല. ഓക്കെ.
ഈ കുറേ കൂടെ ഇതേപോലുള്ള ഇലകളെല്ലാം വെട്ടിക്കളയാറുണ്ട്. ഇതുകൂടെ വെട്ടിക്കളയും. ഉള്ള ഇലകളുണ്ടല്ലോ കാണിച്ചിട്ട് ഇതാ ആണോ, ഇതെല്ലാം വെട്ടി നമ്മൾ കണ്ടോ, ഇത് വെട്ടിക്കളയണം. അല്ലെങ്കിൽ ഇതുവഴിയാണ് കൂടുതൽ നമ്മളെ ചെടിയെ ആക്രമിക്കുന്നത്. അതിലുള്ള വെട്ടുകളാണ് അത്. ഇതിപ്പോൾ വഴുതന നിങ്ങൾ വെണ്ടയായിരുന്നാലും ഏതായിരുന്നാലും ശരി, ഇങ്ങനെ തറയിൽ പറ്റി കിടക്കണ ഇലകളെല്ലാം വെട്ടിക്കളാണ്. ഉണ്ടോ, ഇതുവഴിയാണ് കൂടുതൽ കീടങ്ങൾ കയറുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം സുരേഷ നടൻ. ബൈ, ടേക്ക് കെയർ.